കലയ്ക്ക് വിലയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എം മുകേഷ് MLA. കേരള NGO യൂണിയന്റെ കലാജാഥ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ വർണ്ണ സ്വപ്നങ്ങൾ വിത്തുമുളയ്ക്കുന്ന കാലം, നമ്മളൊന്നിച്ചു ചേർന്നൊരു കാലം, കണ്ണുകളല്ലാത്ത കാലം, കണ്ണുനീരൊപ്പുന്ന കാലം. രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നേരിടുന്ന ഭീഷണിയെ പ്രമേയമാക്കി സർക്കാർ ജീവനക്കാർ തയ്യാറാക്കിയ തെരുവു നാടകം ഉൾപ്പെടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയാണ് കലാജാഥയിലൂടെ. സാംസ്കാരിക പ്രതിഷേധം കലാകാരൻ കൂടിയായ എം മുകേഷ് MLA സ്വന്തം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു തമാശ എന്ത് പറയാം, അത് വലിയൊരു ചലഞ്ചാണ്, നമ്മുടെ ബ്രെയിനുള്ള ഒരു ചലഞ്ചാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത് കേൾക്കണം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡബിൾ ചിന്തയാണ്. ഇത് പറഞ്ഞാൽ, ഈ തമാശ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ആരെയൊക്കെ വ്രണപ്പെടും? പ്രാദേശികമായി വ്രണപ്പെടാൻ പാടില്ല, മതപരമായിട്ട് വ്രണപ്പെടാൻ പാടില്ല, ഉദ്യോഗസ്ഥന്മാരെ വ്രണപ്പെടാൻ പാടില്ല, ജാതി മത ചിന്ത എന്ത് വേണ്ട, ആരെയും വ്രണപ്പെടാത്ത ഒരു സാധനമായി ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു സ്കെലിറ്റൻ മാത്രമാണ് നമുക്ക് പുറത്തു പറയാൻ കഴിയുന്നത്. കാരണം അത്രമാത്രം അത്തപ്പതിച്ചിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായി ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള ഒറ്റ കാര്യമുള്ളൂ, കലയെ വെറുതെ വിട്. നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നിങ്ങൾ ആഞ്ഞു വീശിക്കോ, കല സ്വതന്ത്രമായിരിക്കണം. ജാതിയും മതവും കലയിൽ ഇടപെടുന്നു. കലയെ നശിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നു. കലയെ വെറുതെ വിടണമെന്നും കല സ്വതന്ത്രമായിരിക്കണമെന്നും മുകേഷ് MLA അഭ്യർത്ഥിച്ചു. കൊല്ലം ജില്ലയിൽ ഈ മാസം 28 വരെ 14 കേന്ദ്രങ്ങളിൽ കലാജാഥയ്ക്ക് സ്വീകരണം നൽകും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.